ഹായ് ഫ്രണ്ട്സ്. ഭയങ്കര മഴയൊക്കെ പെയ്ത് തോർന്ന് ഇത് പുലർച്ചെയാണ്. പുലർച്ചെ ഒരു 3 മണി ടൈമാണ്. ഈ സമയത്ത് ഞങ്ങൾ എങ്ങോട്ടാന്നില്ലേ, അതായത് അമ്പല ദർശനത്തിന് തന്നെ പഴനിയിൽ, അതുപോലെ മധുരമീനാക്ഷി ക്ഷേത്രം, തഞ്ചാവൂർ ക്ഷേത്രം, രാമേശ്വരം, ഇങ്ങനെയായിട്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മയും സുനിയേട്ടനും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒന്ന് അമ്പല ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ബാലരാമപുരത്ത് ചെക്കിംഗ് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ചെക്കിംഗ് പോസ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഉണർന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് ആ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ തീരെ ഉറക്കം വരില്ല. കാരണം എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയാവില്ല. അത്രയ്ക്ക് ഇഷ്ടം. ഐ ലവ് തമിഴ്നാട് എന്ന് തന്നെ പറയാം. കാരണം ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ എന്താ പറയുക, അമ്പലങ്ങളും പ്രത്യേക ഭംഗി, മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേക ഭംഗി ആയിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചെറുങ്ങനെയൊക്കെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഭാഗത്ത് ഒക്കെ പച്ചപ്പും കാര്യങ്ങൾ പിന്നെ എന്താ പറയുക, മലകൾ, പ്രത്യേകിച്ച് മലകൾ എടുത്ത് പറയാണ്ട് മഞ്ഞ് പെയ്യണ പോലത്തെ ഇതൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് അവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ പോണ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നേ 2 ദിവസം മുന്നേ ചെറുങ്ങനെ ഏറ്റൊന്നും ചാറി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ മഴയൊന്നുമില്ല, നല്ല വെയിൽ തന്നെയായിരുന്നു. പക്ഷെ നല്ല എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവുക ആണ്. പിന്നെ കണ്ടില്ലേ, അത് ആ കാണുന്ന മലയിൽ പഴനിമല, അവിടെ എത്താനായി. കണ്ടില്ലേ, അവിടെ നമ്മൾ പോണ റൂട്ടിൽ നിന്നാണ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ എത്തി വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കുറച്ച് മുല്ലപ്പൂക്കാർ വന്നിട്ട് പൂ വേണോയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കിയിരുന്നു. അപ്പോൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അതിന് റോപ്പ് വേക്ക് കൂടെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ച്. അച്ഛനൊക്കെയാണ്, വയസ്സായതല്ലേ, അപ്പോൾ നടന്ന് ബുദ്ധിമുട്ടുണ്ട്. അതിന് മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ മലേനെ ചവിട്ടി കയറിയിട്ടാണ് പോയത്, സ്റ്റെപ്പുകൾ കയറിയിട്ട് പോയത്. ഇപ്രാവശ്യം റോപ്പ് വേ കൂടെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറുന്നത്. ഞങ്ങൾ പോയിരുന്നപ്പോഴൊക്കെ നടന്ന് സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഷൂട്ട് ചെയ്ത്. ഭയങ്കര പേടിയുണ്ടായിരുന്നു ഇതിൽ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെ. കാണുമ്പോൾ തന്നെ ഭയങ്കര കുത്തനെയായിട്ടൊക്കെ മലയായിട്ട് കണ്ടിരുന്നു. അപ്പോൾ പൊട്ടുമോ അങ്ങനെ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. നല്ല രസമുണ്ടായിരുന്നു പോകാൻ തന്നെ.
ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ക്യൂ ആണ്. അത് ഞങ്ങൾ ആ ക്യൂവിൽ പോവുകയാണ് കയറിയിട്ട്. അപ്പോൾ പോണ അതിൽ ഞാൻ ആ ഭാഗത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, ഉള്ളിൽ എന്തായാലും നമുക്ക് അലൗഡ് ഉണ്ടാവില്ലല്ലോ, അത് വിചാരിച്ചിട്ട് ഞാൻ ആ ഭാഗത്തുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണാൻ എന്ത് ഭംഗിയാണ്. കണ്ടാലും മതിയാവില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷെ കോവിലിൻ്റെ ഉള്ളിൽ എടുത്തില്ല. അതിൻ്റെ പുറത്തുള്ള ചുറ്റുഭാഗത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോസ്. ഞങ്ങൾ കണ്ടു, തൊഴുതു, പൂജയൊക്കെ ചെയ്തു. പ്രസാദം വാങ്ങിക്കില്ലേ നമ്മൾ, അവിടെ നിന്ന് പഞ്ചാമൃതം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തു. അത് അമ്മ ഭയങ്കര പ്രാർത്ഥനയിലാണ്. ഈ കണ്ട ആളാണ് ഞങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ കാണിച്ചു തന്നത്. അത് അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ആ സമയത്ത് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാല, അതായത് മുല്ലപ്പൂവിൻ്റെ ചെറിയൊരു കഷ്ണം ആ സ്വാമി അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷമായി. നമുക്ക് വേറെ ആർക്കും കൊടുത്തില്ല, അങ്ങനെ കൊടുക്കണമില്ല, പക്ഷെ അങ്ങനെ ഒരു കഷ്ണം മുല്ലപ്പൂവ് അമ്പലത്തിൻ്റെ ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ കോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ആ നമ്പൂതിരി, എന്താ പറയുക, പൂജാരി, അവർ കൊണ്ടുവന്ന് തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. കയ്യിൽ തന്നപ്പോൾ സങ്കടം വരിക, എന്താ പറയുക, കരച്ചിലൊക്കെ വന്ന് നമുക്ക് ആ കിട്ടിയപ്പം. ദൈവം അനുഗ്രഹിച്ച പോലത്തേക്കൊരു ഫീലിങ്. എന്നിട്ട് അവിടുന്ന് പഞ്ചാമൃതമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് അവിടെ ആ കോവിലിന് പ്രസാദം ഭഗവാനെ നേദിച്ചിട്ടുള്ള പ്രസാദമാണ്. അത് കൊടുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ ഞാൻ അമ്മയും എല്ലാവരും അവിടെ നിന്നിട്ട് പഞ്ചാമൃതം വാങ്ങിച്ച് റിട്ടേൺ ഞങ്ങൾ അതേ റോപ്പിലൂടെ തന്നെ താഴത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആ പോണ വഴിയിൽ കുറച്ച് ശേഷം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ മറ്റ് അമ്പലങ്ങളിലും കവർ ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇതിലേ കൂടെ തന്നെ പോയത് നമ്മൾ. അപ്പോൾ അവിടെ നിന്നപ്പോൾ നല്ല വിഷ്വൽ, കണ്ടാലും മതിയാവില്ല, എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവില്ല. പഴനിയിൽ കണ്ടില്ലേ, എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പൂവാണ് അത്. അത് ഞങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കണ്ട് തൊഴുത് ഇറങ്ങി. പിന്നെ കുറച്ച് ഭയങ്കര ചൂടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് ഇളനീരൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത മധുരമീനാക്ഷി ക്ഷേത്രത്തേക്കാണ് പോണത്. അപ്പോൾ ഇനി കണ്ടു നോക്കാം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ.
ഇനി ഞങ്ങൾ പോണത് രാമേശ്വരത്താണ്. രാമേശ്വരത്ത് അവിടെ പോയിട്ട് ഒരു ദിവസം അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് രാത്രിയായി എത്താം. എന്നിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ അവിടെ തൊഴുത് അവിടെ അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അന്നത്തെ ദിവസം അവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതെന്താ പാമ്പും പാലം അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ രാമേശ്വരത്തിൻ്റെ ഒരു എൻട്രൻസാണ് ഈ കാണുന്നത്. അവിടെ ചുറ്റുമുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിന് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു നോക്കൂ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ അലൗഡ് ഇല്ല കേട്ടോ. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ അവിടെ നിന്നും കിട്ടിക്ക് അമ്മയ്ക്ക് താമര കിട്ടി, എനിക്ക് മുല്ലപ്പൂവും കിട്ടി. അങ്ങനെ അത് ഭയങ്കര സന്തോഷമായി. ഇപ്പം 2 അമ്പലത്തിൽ നിന്ന് ഈ മുല്ലപ്പൂവ് കിട്ടിയപ്പോഴേ ഭയങ്കര സന്തോഷം. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവരിപ്പോൾ തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞങ്ങളിപ്പോൾ അമ്പലത്തിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക്. അവിടെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ.
അങ്ങനെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ എന്തൊരു ഹാപ്പിയായിരുന്നു, എന്ത് രസമാണ് ഈ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഞാൻ അവിടുന്ന് ചെറുങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെറുങ്ങനെ കുറച്ചൊക്കെ പുറത്തും കാര്യങ്ങളൊക്കെ ഏറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റണ തരത്തിലൊക്കെ. ഭയങ്കര സന്തോഷമായി, കാരണം കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത്. അപ്പം അതാണ് സഫലീകരിച്ചിട്ടുള്ളത് അതിന്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒരു വിധമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടെടുത്ത്. എന്ത് രസം, കണ്ടിട്ട് മതിയാവില്ല അവിടുത്തെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനി റിട്ടേൺ ഞങ്ങൾ നാട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ താങ്ക് യു.